ഹായ് നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് മിഥുൻ റോയ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണല്ലോ. പല ആളുകളും പറയുന്നുണ്ട് ഇവന് 2 കിട്ടിയത് നന്നായി, ചിലർ പറയുന്നു അത് ശരിയല്ല എന്നും പറയുന്നവരുണ്ട്. എന്നാൽ ഇതുപോലത്തെ ഒരുപാട് പോലീസുകാർ ഇന്ന് നമ്മുടെ കേരള പോലീസിലുണ്ട്. അതായത് ഈ കാക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ ചെകുത്താന്റെ സ്വഭാവം കാണിക്കുന്ന ചില ആളുകൾ നല്ല പോലീസുകാർക്ക് പേരുദോഷം ഉണ്ടാക്കുന്നവരാണ്. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇത്തരം പോലീസുകാർ ഒരുപാടെണ്ണം നമ്മുടെ കേരള പോലീസിൽ കടന്നുകൂടിയിട്ട്, അത് പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ക്രിമിനൽസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെല്ലാം ഞെട്ടിയായിട്ടുള്ള ഒരു വാർത്തയുണ്ട് അല്ലേ, പോലീസുകാരനായിട്ടുള്ള ഫിലിപ്പ് മെമ്പാട് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കുറെ വാർത്തകൾ വരുന്നുണ്ട്, 2-3 സംഭവങ്ങൾ ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുണ്ട് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. എന്തായാലും കോടതിയിൽ വന്ന് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ മിഥുൻ റോയ് എന്ന് പറയുന്ന ഈ ഒരു പോലീസുകാരൻ ഇതിനു മുമ്പും ഇയാൾ പ്രശ്നക്കാരൻ തന്നെയാണ്. ഈ 2025 ന്യൂ ഇയർ പ്രോഗ്രാമിനും 2 യുവാക്കളുടെ തല ലാത്തി വെച്ച് അടിച്ചു പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. അത് ഈ ഒരു വിഷയം വന്നതിന് ശേഷമാണ് ആ ഒരു വീഡിയോ പൊങ്ങി വരുന്നത്. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന ഈ ഒരു വീഡിയോ ആണ്. ഈ പോലീസുകാരൻ ഇവരെ രണ്ടുപേരെയും തല്ലുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് പോലീസുകാർ നമ്മുടെ കേരള പോലീസിന് കണക്കേടാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബ്രില്യന്റ് പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസ് തന്നെ. ഒരു കേസാണെങ്കിൽ പോലും നിമിഷങ്ങൾ കൊണ്ട് അവർ കണ്ടെത്തും. ഈ മിഥുൻ റോയ് എന്ന് പറയുന്ന ഈ ഒരു പോലീസുകാരൻ ഈ 2 ചെറുപ്പക്കാരുടെ തല ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അന്ന് തല്ലിയത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വിഷയം എന്ന് പറയുന്നത് തിരുവനന്തപുരം മാളിൽ ഈ പോലീസുകാരനും ഒരു സ്ത്രീയും കൂടെ വരുന്നുണ്ട്, സഹോദരിയാണെന്നൊക്കെയാണ് അതിനകത്ത് ചില വാർത്തകൾ വരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഈ പിള്ളേര് ഇവനെ കാണുന്നു. അപ്പൊ ഇവൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇപ്പൊ നിനക്ക് ഞങ്ങളെ തല്ലണ്ടേ എന്ന്. അതായത് യൂണിഫോം ഇടുമ്പോൾ ചെകുത്താനായിട്ടുള്ള ഇതുപോലുള്ള പോലീസുകാരെ പുറത്ത് കിട്ടിയാൽ നല്ല രീതിയിൽ എടുത്തിട്ട് കാച്ചും. ഇതൊരിക്കലും ഒരു പ്രചോദനമായിട്ട് ആരും എടുക്കേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും നമുക്ക് സംരക്ഷണം നൽകേണ്ട പോലീസുകാരാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് ഈ പോലീസുകാരെ തന്നെയാണ്. കാരണം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നത്. പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ തന്നെ ഭയമായിരുന്നു. കാരണം പോലീസുകാരെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടില്ല. പക്ഷെ ഇന്ന് ആ ഒരു കാലഘട്ടമൊക്കെ മാറി ഒരു ജനമൈത്രി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോലീസുകാർ മാറിയിരിക്കുന്നുള്ള. കാരണം അങ്ങനെ നമുക്ക് ആ ഒരു വീഡിയോ ദൃശ്യങ്ങളൊന്ന് കണ്ടതിന് ശേഷം ഈ മിഥുൻ റോയ് എന്ന് പറയുന്ന ഈ ഒരു പോലീസുകാരനെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു വാർത്ത നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്തും വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടുപോകാം. നിനക്കൊക്കെ സെക്യൂരിറ്റി തന്നേക്കുന്നത് നിനക്കൊക്കെ തോന്നിയ ദിവസം കാണിക്കാനാ? എന്റെ കൈ കയറി പിടിച്ചല്ലേടാ അല്ലേ? എന്റെ കൈ കയറി പിടിച്ചല്ലേ? എന്റെ കൈ കയറി പിടിക്കല്ലേ അല്ലേ? അല്ലേ കൈ കയറി പിടിക്കല്ലേ? ഈ വിവരം നീ ഇത് കണ്ടോളണം കേട്ടാ. നീ ഇത് കണ്ടോളേ. നിനക്ക് ആളിനെ മനസ്സിലായില്ല കേട്ടാ. നീ കാണേ കേട്ടാ. പോലീസ് പോലീസ് ഇതാണ് പോലീസ് അല്ലേ? അല്ലേ ഇതാണ് പോലീസ് അല്ലേ? അല്ലേ കാക്കിയിട്ട പോലീസുകാരോട് ആ കാക്കിയോടുള്ള ബഹുമാനം നമ്മൾ എന്നും നിലനിർത്താറുണ്ടല്ലേ. പക്ഷെ ഇതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരുണ്ടെന്നുണ്ടെങ്കിൽ ആ കാക്കിയോടുള്ള ബഹുമാനം അതങ്ങ് മാറ്റും. അതാണ് നമ്മൾ ഇന്നലെ മാളിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം. ന്യൂ ഇയർ പ്രോഗ്രാമിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ തലയടിച്ച് പൊളിച്ചിട്ടുള്ള ഈ പോലീസുകാരനെ മാളിൽ കിട്ടിയപ്പോഴത്തേക്ക്, യൂണിഫോം അല്ലാതെ കിട്ടിയപ്പോഴത്തേക്ക് പിള്ളേരെടുത്തിട്ട് അങ്ങ് കടവിറങ്ങിയിട്ടുള്ള വാർത്തയാണ് നമ്മളെല്ലാവരും കണ്ടത്. പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ ഈ മിഥുൻ റോയിയുടെ പശ്ചാത്തലം ഒന്ന് തിരിഞ്ഞു. CPI പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും മിഥുൻ റോയിക്ക് മേൽ കേസുകൾ ഉണ്ടായിരുന്നു. അതിലൊരു കേസ് 2024 രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിൽ ഇങ്ങനെയാണ് FIR. പ്രതികൾക്ക് ആവലാതിക്കാരനെ ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി
28/4/2024 ഉച്ചയ്ക്ക് 2:30 3 മണിക്കുമിടയ്ക്കുള്ള സമയം നെട്ടയം ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന ആവലാതിക്കാരന്റെ കാലിൽ ഒന്നാം പ്രതി ഓടിച്ചും 2 മുതൽ 4 വരെ പ്രതികൾ സഞ്ചരിച്ചു വന്ന മാരുതി കാർ, അതായത് ഈ മിഥുൻ അടക്കമുള്ളവർ സഞ്ചരിച്ചു വന്ന മാരുതി കാർ കയറ്റുകയും ആയത് ചോദ്യം ചെയ്ത ആവലാതിക്കാരനെ 1 മുതൽ 4 വരെ പ്രതികൾ ചീത്ത വിളിച്ചും മർദ്ദിച്ചും മേൽ വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് 2024 രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഈ മിഥുൻ റോയി ഒരു കേസിൽ പെടുന്നത്. ഇനി സ്വന്തം നാട്ടിൽ മിഥുൻ റോയിയുടെ സ്വന്തം നാട്ടിൽ നാട്ടുകാർ വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് കാണും. മദ്യലഹരിയിൽ വാഹനത്തിൽ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണ്, പക്ഷെ അന്നും അദ്ദേഹം പോലീസ് സേനാംഗമാണ്. മദ്യലഹരിയിൽ വാഹനത്തിൽ പോലീസുകാരന്റെ സ്ഥിരം അഴിഞ്ഞാട്ടം, നെട്ടയത്തെ നാട്ടുകാരുടെ ജീവനാപത്തിൽ, ചോദ്യം ചെയ്താൽ നാട്ടുകാർക്ക് മർദ്ദനം എന്നാണ് മിഥുൻ റോയിയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടെന്നാണ് നാട്ടുകാർ ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത്. ഇത് സ്വന്തം നാട്ടിൽ വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഫ്ലെക്സ് ബോർഡാണ് താൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കൂടാതെ ഞങ്ങൾ മിഥുൻ റോയിയെ കുറിച്ച് അന്വേഷിച്ചു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മിഥുൻ റോയിയുടെ അയൽവാസിയുടെ പ്രതികരണം ലഭിച്ചു. പലരും ഒരേപോലെയാണ് മിഥുൻ റോയിയെ കുറിച്ച് സംസാരിച്ചത്. പേടിച്ചാണ് ജീവിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മിഥുൻ റോയിയെ പേടിച്ചു. നാട്ടുകാരെന്നുണ്ടെങ്കിൽ അവൻ അലിമ്പാണ്, അവൻ മദ്യപാനിയാണ്. ഇവിടെ അവൻ പോലീസ് എന്നുള്ള അഹങ്കാരം, കുറേ കൂട്ടുകാരെയും കൊണ്ട് മദ്യപിച്ച് ഇവിടെ വേണ്ട പ്രശ്നം തന്നെ അവനെ കൊണ്ട് ശല്യമാണ്. നേരത്തെയും പ്രശ്നം ഉണ്ടായി, ഒരുപാട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പേടിച്ചാണ് ജീവിക്കുന്നത്. പിന്നെ പോലെയുള്ളതാണ് പേടിച്ച് ജീവിച്ചാലേ പറ്റും. അവന് ഗുണ്ടകളുണ്ട്, കുറേ പയ്യന്മാരുണ്ട്. ഇപ്പം പെയ്യുള്ളൂ 7 പേര്. ഇനി SFI പ്രവർത്തകരെ പിന്തുണച്ച് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല മാളിലും കിട്ടുമെന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഇങ്ങനെയാണ്. ആ വാർത്തയിലെ വസ്തുത എന്താണ്? ലോകമെങ്ങും ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ചെറുപ്പക്കാരൊക്കെ, പ്രത്യേകിച്ച് ജെൻസി തലമുറയാകെ ആഘോഷ രാവിലെ ലഹരി നുണയുന്ന ഒരു രാവിൽ ഒരു ചെറുപ്പക്കാരൻ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് അവന്റെ ഉപജീവനം തേടി ജോലിക്ക് പോകുന്നു. അവിടെ പരിപാടിയുടെ ഇടയിൽ സംഘർഷമുണ്ടാവുന്നു. താൻ മൈക്ക് ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞിട്ടും ഒരു പോലീസുകാരൻ അവന്റെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തുന്നു. അതും നൊന്തുപെറ്റ അമ്മയുടെ മുന്നിൽ വെച്ച്. മകൻ അടികൊണ്ട് ബോധരഹിതനായി കിടക്കുന്നത് കണ്ട് ഓടി വന്ന അമ്മയുടെ നിലവിളിയും പ്രതികരണവും പൊതുസമൂഹം കണ്ടതാണ്. ഉപജീവനം തേടിപ്പോയ ചെറുപ്പക്കാരൻ ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. തലയ്ക്ക് ലാത്തികൊണ്ടടിച്ച ആ അടി അവന്റെ ജീവൻ പോലും പോകത്തക്ക വിധത്തിലുള്ള അടിയായിരുന്നു. അടികൊണ്ട ചെറുപ്പക്കാരൻ ബോധരഹിതനായി വീഴുന്നതും വീഡിയോയിൽ കാണാം. കാക്കിയും ലാത്തിയും ഉണ്ടെന്ന ധാർഷ്ട്യത്തിൽ ചെറുപ്പക്കാരുടെ മെക്കിട്ട് കയറുന്ന കാക്കിയിട്ട തെമ്മാടികൾക്കുള്ള മറുപടിയാണ് ഈ അടിയെന്നാണ് എന്റെ അഭിപ്രായം. വിനയ് പ്രകാശ് ന്യൂ ഇയറിന് പോയത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആയിരുന്നില്ല. അവിടെ നടന്നതും വിദ്യാർത്ഥി പ്രസ്ഥാനവും പോലീസും തമ്മിലുണ്ടായ സംഘർഷവും ആയിരുന്നില്ല. പ്രിയ പ്രേക്ഷകരെ, ഇതാണ് വാസ്തവം. KSUവിന്റെ നേതാവിന് തന്നെ SFIയിലെ ഈ പ്രവർത്തകരെ അനുകൂലിച്ച് രംഗത്തെത്തണമെന്നുണ്ടെങ്കിൽ അവിടെ അന്ന് നടന്ന ആ അടി യഥാർത്ഥത്തിൽ പോലീസിന്റെ എല്ലാ മാനുവലും ലംഘിച്ചുകൊണ്ടുള്ള അടിയായിരുന്നു എന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, സ്വന്തം നാട്ടിൽ മിഥുനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലും ആ രീതിയിലുള്ള മറുപടിയാണ് ലഭിക്കുന്നതെങ്കിൽ, ഇവിടെ ഈ മാളിൽ വെച്ചുണ്ടായ അടിയിൽ ഇടിവെള്ളയൂരി ഇടിക്കാൻ വരുന്ന മിഥുനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് മിഥുനെ പൂർണ്ണമായും നമുക്ക് ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ നിരപരാധിയാണെന്ന് പറയാൻ കഴിയില്ല. കൊടുത്താൽ കൊല്ലത്തല്ല മാളിലും കിട്ടും എന്ന് പറയുന്നത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ഒരു പോലീസുകാരനെ കുത്തിയതായിട്ടുള്ള ഒരു വാർത്തയും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാരല്ലാതെ മാറുമ്പോൾ, കാട്ടാളന്മാരുടെ സ്വഭാവം കാണിക്കുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും. ഒരിക്കലും അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. പക്ഷേ ഈ പറയുന്ന മിഥുൻ റോയി എന്ന് പറയുന്നവൻ സ്ഥിരം ഒരു പ്രശ്നക്കാരനാണ്. ഇവൻ ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ളവനാണ് എന്നുള്ളത് ഈ വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു അമ്മ ഇവന്റെ പുറകെ നിലവിളിച്ച് ഓടുന്നത് നമ്മളെല്ലാം കണ്ടാണ്. ഒരു കൂസലുമില്ലാതെ ഇതുപോലുള്ള ഒരുത്തന്മാരെ ഒന്നും പോലീസ് സേനയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവനെയൊക്കെ എടുത്ത് ഡിസ്മിസ് ചെയ്ത് തന്നെ ഈ സേനയിൽ തന്നെ എടുത്ത് ദൂരെ കളയണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു സംഭവം, ഒരു കുഴിമന്തി കടയിലേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് ഞാൻ പോലീസുകാരനാണെന്ന് പറയുന്നു. എന്നിട്ട് അവൻ പണം ചോദിക്കുകയാണ് ആ കടയിൽ. കാരണം പണം കൊടുക്കാത്തതിന്റെ പേരിൽ ഇവൻ പിന്നീട് വന്നിട്ട് വെട്ടുകത്തിയുമായി വന്നിട്ട് ആ കട തല്ലിപ്പൊളിക്കുന്ന വാർത്തയും ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ തല്ല് കൊടുത്ത DYFI പ്രവർത്തകർ അത് നിയമവിരുദ്ധമായ രീതിയിലാണ് അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെയും നിയമപരമായ രീതിയിൽ കേസെടുക്കാം. പക്ഷെ ഇതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുത്തനും ഈ സേനയിൽ തുടരാൻ പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും